500 രൂപ കൊണ്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ജേണി തുടങ്ങാമെന്ന് നമുക്ക് ഈ വീഡിയോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബ്രോക്കർ അക്കൗണ്ട് വേണം. ഈ കാണുന്നതെല്ലാം മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ ചെറിയൊരു KYC പ്രോസസ്സും ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് കിട്ടും. ആ ഡാഷ്ബോർഡിൽ നമുക്ക് എല്ലാ മ്യൂച്വൽ ഫണ്ട്സും കാണാൻ സാധിക്കും. ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് കിട്ടും. ഒന്ന് 1 ടൈമും ഒന്ന് SIPയും. 1 ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഇപ്പോൾ ഇടുക, പിന്നെ നമുക്ക് അതുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, അത് അവിടെ കിടന്നോളും. SIP എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ബാങ്കിൽ നിന്ന് എല്ലാ മാസവും ഇത്രാം തീയതി ഓട്ടോമാറ്റിക്കലി നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇൻവെസ്റ്റ് ആകണമെന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് ഉണ്ടായി വരും നമ്മൾ SIP ഒക്കെ ഇടും. ഇനി എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര നാളത്തേക്കാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 7 വർഷത്തിന് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ടു ഹയർ റിസ്ക് എടുക്കാം. ഒരു 7 വർഷത്തിന് 4 വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ടു ബിലോ മോഡറേറ്റ് റിസ്ക് എടുക്കാം. അതല്ല 3 വർഷത്തിലും താഴെയാണെങ്കിൽ നിങ്ങൾ സേഫർ സൈഡായിട്ട് ഡെറ്റ് ഫണ്ടുകളിൽ മാത്രമൊക്കെ ചൂസ് ചെയ്യുക. ഇനി എങ്ങനെ ആ റിസ്ക് കാണാമെന്ന് വെച്ചാൽ നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് അസസ്മെന്റ് അതിനകത്ത് തന്നെ കാണും. അപ്പോൾ അത് നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ മ്യൂച്വൽ ഫണ്ടിന്റെ ടൈപ്പുകളെ കുറിച്ചും ഒക്കെ വീഡിയോ വേണമെങ്കിൽ കമന്റ് ഇട്ട് പറഞ്ഞോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.